കുറേ കമൻസായിട്ട് എൻ്റെ എപ്പിസോഡിന് താഴെ വരുന്നൊരു കാര്യമാണ് എന്താണ് ഈ ഒരു ട്രൂ ലവ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി എനിക്കും അറിഞ്ഞൂടാ ഇതിൻ്റെ ഒരു പ്രോപ്പർ ഡെഫിനേഷൻ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനെങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡെഫിനേഷനൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്നുള്ളത്. ഓക്കെ, മുന്നേ ചെയ്ത ഒരു റീലിൽ പറഞ്ഞ പോലെ എന്താണ് ലവ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റാണ് എന്ന് പറയാം. അയാളെ തന്നെ നമ്മൾ എവ്രി ഡേ ചൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. സോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ട്രൂ ലവിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ഒരു ട്രൂ ലവ്? ഈ ഒരു ജനറേഷനിൽ ഇതിങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ട്രൂ ലവ് എന്ന് പറയുന്ന സംഭവം അത് മോസ്റ്റ്ലി നമ്മുടെ ഉള്ളിലേക്ക് എത്തിയത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്തുന്നത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ റൊമാൻറ്റിക് മൂവീസിലൂടെയും അല്ലെങ്കിൽ ഫെയറി ടെയിൽസിലൂടെയും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശരിക്കും എന്താണ് ഈ ഒരു ട്രൂ ലവ്? നമ്മൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു ട്രൂ ലവ്, ഇതാണ് ട്രൂ ലവ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളത്. ഈ പറഞ്ഞ ഫിലിംസിലും ഫെയറി ടെയിൽസിലും ഒരു പോപ്പ് കൾച്ചറിനുമൊക്കെ എത്രയോ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ട്രൂ ലവ് എന്ന് പറയുന്നത് എന്നുള്ളത്. ട്രൂ ലവിൻ്റെ ക്യാരക്ടറിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയറ്റിക് വേൾഡിനേക്കാളും എന്താണ് ആ ഒരു ജസ്റ്റേഴ്സിനേക്കാളും അപ്പുറത്തേക്ക് വേറെ എന്തോ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ളത്. ഒരു ജെന്വിൻ കണക്ഷനോ, ഒരു റെസ്പെക്റ്റോ, ട്രസ്റ്റോ, അണ്ടർസ്റ്റാൻഡിങ്ങോ, ഇതൊക്കെയാണ് ഈ ഒരു ട്രൂ ലവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്നുള്ളത്. നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ഈ ഒരു ട്രൂ ലവ് എന്ന് പറയുന്നതിൻ്റെ എന്താണ്, അല്ലെങ്കിൽ ട്രൂ ലവ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. എന്താണ് ഈ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ്? ഒരു റിലേഷൻഷിപ്പിൽ രണ്ടു പേരും പരസ്പരം ആസ് എൻ ഇൻഡിവിജ്വൽ എന്ത് കണ്ട് അവരുടെ ഒപ്പീനിയൻസും അവരുടെ ഫീലിങ്സൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്, പരസ്പരം കൈൻഡ് ആയിരിക്കുക എന്നുള്ളതൊക്കെ. ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായാൽ പോലും അവിടെയും അത് കേൾക്കാനുള്ള, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഡീപ്പർ കണക്ഷനാണ്. അതായത് രണ്ടാൾക്കാരുടെയും കോ വാല്യൂസും അവരുടെ വിശ്വാസങ്ങളും അവരുടെ ലൈഫിൽ കണ്ട ലക്ഷ്യങ്ങളും അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. ഈ ഒരു കണക്ഷൻ ആ ഒരു സെൻസ് ഓഫ് കമ്പാനിയൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത്. രണ്ടു പേർക്കും നമ്മൾ ഒന്നാണ് എന്നുള്ള തോട്ട്സൊക്കെ വരാനായിട്ട് തുടങ്ങും എന്നുള്ളത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ദ ഫൗണ്ടേഷൻ ഓഫ് എ റിലേഷൻഷിപ്പ്, ട്രസ്റ്റ് ആൻഡ് ഹോണസ്റ്റി, പരസ്പര വിശ്വാസം, അവരുടെ ഇൻറ്റൻഷൻസിലുള്ള വിശ്വാസം. നമ്മുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മൾ ട്രൂ സെൽഫ് കാണിക്കണം, അല്ലെങ്കിൽ ട്രൂ ആയിരിക്കണം എന്നൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ? സെയിം തിങ് ആണ്. അതായത് നമ്മൾ ട്രൂത്ത്ഫുൾ ആകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് ആ ഒരു ബോണ്ട് അത് സ്ട്രോങ് ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. ചില സമയങ്ങളിൽ എന്താണ് ചില സത്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുകയും, പക്ഷെ അത് പറയുന്നതിലൂടെ, സത്യം പറഞ്ഞാൽ ആ സത്യം പറയുന്നതിലൂടെ നിങ്ങൾ ബോണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആക്കും എന്നുള്ളതാണ്. ഈ ഒരു ട്രസ്റ്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എപ്പിസോഡ് ഞാൻ ഫ്യൂ വീക്സ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടതിന് ശേഷം പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം ആ എപ്പിസോഡ് പോയി കേൾക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് എംപതിയാണ്. നമ്മൾ എല്ലാവരും എംപതറ്റിക് ആവണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി നിൽക്കുക എന്നുള്ളത്, അവരുടെ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കി അവരുടെ നീഡ്സൊക്കെ മനസ്സിലാക്കി നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അത് നമ്മളെ കുറച്ചുകൂടെ പേഷ്യൻ്റ് ആകാനും ടോളറൻ്റ് ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ സപ്പോർട്ട്. അതായത് സക്സസ് ആയാലും ഫെയിലർ ആയാലും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ ഒരു സെയിം സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അതിൽ സക്സസ് ആയാലും ഫെയിലർ ആയാലും അവർ കൂടെ നിൽക്കുന്നില്ല, അവർ വിട്ട് പോകുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യവും എന്നുള്ളത്. നമ്മൾ അവരുടെ അടുത്തുനിന്ന് വിട്ടു പോകാതിരിക്കുക എന്നുള്ളത്, അവരുടെ സക്സസ്സിലോ അവരുടെ ഫെയിലിയറിലോ അവരുടെ ഹാപ്പിനെസ്സിലോ അവരുടെ വിഷമങ്ങളിലോ ഒക്കെ കൂടെ നിൽക്കുക എന്നുള്ളത്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ്. ലാസ്റ്റ് റീലിൽ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ പറഞ്ഞ കളിയും ചിരിയും തമാശയൊന്നും ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടാവും, നമ്മൾ വിഷമിക്കുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും, ഭയങ്കര ലോ ആകുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നം ഫീലിംഗ് ഒക്കെ വരുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ എന്ന് വെച്ച് നമ്മൾ നേരെ അടുത്ത ആളിലേക്ക് അല്ലെങ്കിൽ കുറേ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ ഒരുപാട് സംസാരിച്ച് കഴിയുമ്പോൾ ഒരാളുടെ ഒരു കണക്ഷൻ, ഒരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായി, അപ്പോൾ കുറേ സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ മിസ്റ്ററിയൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ വരും, വേറെ ഒന്നും സംസാരിക്കാനില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ വരും. പക്ഷേ എന്താണ് എന്ന് വെച്ച് നമ്മളെ ആ ഒരു അല്ലെങ്കിൽ വൈബൊക്കെ പോയി, അല്ലെങ്കിൽ സ്പാർക്കൊക്കെ പോയി എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഈ ഒരു വൈബൊക്കെ പോയിരുന്നു, സ്പാർക്കൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആളിലേക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ഭാഗത്തു നിന്നും ഈ ഒരു വൈബോ സ്പാർക്കൊക്കെ നഷ്ടപ്പെട്ടാൽ വീണ്ടും അടുത്ത ആളിലേക്ക് പോകുമോ നിങ്ങൾ? ഇതാണ് ഒരു കാര്യം എന്നുള്ളത്. ലവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫീലിംഗ് മാത്രമല്ല, അതൊരു കമ്മിറ്റ്മെൻറ്റ് കൂടിയാണ് എന്നാണ് പറയുന്നത് എന്നുള്ളത്. എവ്രി ഡേ നമ്മൾ അവരെ തന്നെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത്, ബീങ് ലോയൽ ടു ഈച്ച് അതർ എന്നുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആക്റ്റീവ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, അത് നേർച്ചർ ചെയ്യുന്നു എന്നുള്ളത്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് കോമൺ ഗ്രോത്ത് ആണ്. ആസ് എൻ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ രണ്ടുപേരുടെയും കരിയർ ആവട്ടെ, മെൻറ്റൽ സ്റ്റേറ്റ് ആവട്ടെ, രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്, അവരുടെ ഡ്രീംസിൽ എത്തിച്ചേരാനായിട്ട്, അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു എന്നുള്ളത്.
ആൻഡ് ദ ലാസ്റ്റ് തിങ് ഈസ് ആക്സെപ്റ്റൻസ്. അവരുടെ ഫ്ലോസും ഇംപെർഫെക്ഷൻസും എല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. ഒരു മനുഷ്യരും പെർഫെക്റ്റോ അങ്ങനെ ഒന്നും അല്ലല്ലോ. എല്ലാവർക്കും അവരുടേതായ ഇംപെർഫെക്ഷൻസ് ഉണ്ടാകും എന്നുള്ളത്. അതൊക്കെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ട്രൂ ലവിലാണോ നിങ്ങൾ എത്തി നിൽക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ് ട്രൂ ലവ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യെസ്, ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു സേഫ് ഫീലിംഗ് ഒക്കെ വരാറുണ്ടല്ലേ. നിങ്ങൾ ജഡ്ജ് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യാത്ത, നിങ്ങളുടെ ഒത്തൻറ്റിക് സെൽഫ് കാണിക്കാനായിട്ട് പറ്റുന്ന ഒരു സ്പേസ്, ഒരു ഹോം ഫീലിംഗ് ഒക്കെ വരുന്നതെന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്ന, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ്, ഹെൽത്തി കമ്മ്യൂണിക്കേഷനുള്ള സ്പേസ്, അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായാൽ പോലും പരസ്പരം അത് മനസ്സിലാക്കാനായിട്ട് കോംപ്രമൈസിലെത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രീംസ് അവരുടേതുകൂടെ ആയി കണ്ട് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്, നിങ്ങളുടെ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്, നിങ്ങളുടെ പരസ്പരം അഡ്മയർ ചെയ്യുന്നു എന്നുള്ളത്, അവരുടെ ക്വാളിറ്റീസിൽ അവരുടെ സ്ട്രെങ്ത്തിലൊക്കെ അഡ്മയർ ചെയ്യുന്നു എന്നുള്ളത്, നമ്മൾ ട്രൂ സെൽഫ് കാണിക്കാനായിട്ട് നിങ്ങളെ പുഷ് ചെയ്യുന്നു, നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു എന്നുള്ളത്. ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ഗട്ട് ഫീലിംഗ് വരാറില്ലേ, യെസ് ഇവൻ നമുക്ക് പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇയാൾ നമുക്ക് പെർഫെക്റ്റ് ആണ് എന്നുള്ളതൊക്കെ. ആൻഡ് യെസ് നിങ്ങളുടെ ഹാപ്പിനെസ് അവരുടെ ഇതുകൂടെ ആകുന്നു എന്നുള്ളത്. യു മേക്ക് പ്ലാൻസ് ടുഗെദർ, ഒരുമിച്ചുള്ള ലൈഫിനെ കുറിച്ച് സ്വപ്നം കാണുന്നു, അതിലേക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത്, അതിൻ്റെ ഓരോ പ്ലാൻസ് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ട്രൂ ലവിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് എങ്കിൽ യു ആർ ട്രൂ ഇൻ ലവ്. ആൻഡ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓഫ് കോഴ്സ് ടൈം വേണം, എഫേർട്സ് വേണം, കമ്മിറ്റ്മെൻറ്റ് ഒക്കെ ആവശ്യമാണ്. നിങ്ങൾ റെഗുലർലി അവരുടെ അടുത്ത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത്, രണ്ടുപേരുടെയും നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളത്, ഒരുമിച്ച് സമയങ്ങൾ ചിലവഴിക്കണം എന്നുള്ളത്, അതുപോലെ തന്നെ അവർ നമ്മുടെ ലൈഫിലുള്ളതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അവർക്ക് ഷോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ യെസ്, ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ട്രൂ ആയിട്ടിരിക്കും, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുകയോ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയപ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.